അങ്ങനെ കുറേ കാലത്തിന് ശേഷം പുതിയൊരു പ്രീമിയം പ്രീസെറ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ദിസ് ഈസ് ദ ബിഫോർ ദിസ് ഈസ് ദ ആഫ്റ്റർ. ഒരു പ്രീ വെഡ്ഡിങ് ടെമ്പിൾ വൈബ് ഫോട്ടോനൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയ പ്രീസെറ്റ്സ് ആണ്. ആൻഡ് ഈ ഒരു പ്രീസെറ്റ് നിങ്ങൾക്ക് ബാക്കിയുള്ള ഫോട്ടോനെ ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ സോണിയുടെ ILC7M4 ക്യാമറയിലെടുത്ത ഫോട്ടോ ആണ്. ലെൻസ് 85mm. അപ്പോൾ ഈ ഒരു പ്രീസെറ്റ് 2 വിധത്തിലാണുള്ളത്, നോർമൽ പ്രീസെറ്റും മാസ്കിംഗ് പ്രീസെറ്റും. സോ മാസ്കിംഗ് പ്രീസെറ്റ് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. സോ നമുക്ക് രണ്ടിൻ്റെയും വ്യത്യാസം നോക്കാം. ഇതാണ് നോർമൽ പ്രീസെറ്റ് ഇട്ടുള്ള ഫോട്ടോൻ്റെ അവസ്ഥ. ഈ ഒരു കളർ ടോൺ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാം. ആൻഡ് ഇതിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടും ഒബ്ജക്റ്റും സെപ്പറേറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മാത്രം സെലക്ട് ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതിനുശേഷം താഴെ കുറച്ച് ഗ്രാസ് ഉണ്ട്, അതിൽ ഞാൻ കുറച്ച് ഗ്രീനിഷ് കളർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ആ ഒരു ടെമ്പിളിന് ഒരു ഓറഞ്ച് കളറും എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഫൈനലി ഞാൻ അവരുടെ സ്കിൻ ടോണും ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസ്കിംഗ് ടൂൾ യൂസ് ചെയ്തിട്ടുള്ള സെറ്റിങ്സ് എല്ലാം നിങ്ങളുടെ ഫോട്ടോനും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മാസ്കിംഗ് പ്രീസെറ്റ് ആഡ് ചെയ്യുക. ഇനി അതല്ല നിങ്ങളുടെ ഫോട്ടോ വേറെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ പ്രീസെറ്റ് ആദ്യം ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ നിങ്ങൾ ചെയ്തോളാം. നിങ്ങളുടെ ഫോട്ടോയിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ആണുള്ളത് ആ ഓരോ എലമെൻറ്റ്സും സെലക്ട് ചെയ്തിട്ട് അതിന് വേണ്ട കളർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുക. ലാസ്റ്റ് സ്കിൻ ടോണും കൂടി ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഔട്ട്പുട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾക്ക് ലൈറ്റ്റൂമിൻ്റെ പ്രോ വേർഷനും ഫോട്ടോഷോപ്പിൻ്റെ പ്രോ വേർഷനും എന്തായാലും വേണം, അല്ലെങ്കിൽ ക്രാക്ഡ് വേർഷൻ. സോ ഈ ഒരു പ്രീസെറ്റ് പർച്ചേസ് ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെയുണ്ട്. ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ QR കോഡ് അയച്ചു തരും. അതിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു പ്രീസെറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ആയിരിക്കും ഉണ്ടാവുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പാസ്വേഡും കാര്യങ്ങളൊന്നുമില്ല. ഇനി പ്രീസെറ്റ് പർച്ചേസ് ചെയ്യാൻ പൈസ ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ ഈ ഒരു പ്രീസെറ്റിൻ്റെ അകത്ത് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വാല്യൂസ് കൊടുത്തിട്ടുണ്ടോ ആ ഒരു വാല്യൂസൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണാൻ കഴിയും. ആ ഒരു വാല്യൂസ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഈ ഒരു പ്രീസെറ്റിൻ്റെ വാല്യൂസ് നോക്കിയിട്ട് നിങ്ങളുടെ ഫോട്ടോന് എല്ലാ കളേഴ്സിനും ടെമ്പറേച്ചറിനും സാച്ചുറേഷനും എല്ലാം അതേപോലത്തെ ഒരു വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ കളർ ടോൺ നിങ്ങളുടെ ഫോട്ടോനെ കൊണ്ടുവരാൻ പറ്റും. സോ ലെറ്റ്സ് സീ ദ സ്ക്രീൻഷോട്ട്സ്.